ഇന്ന് പറയാൻ പോകുന്നത് ബുദ്ധിമാനായ ആടിന്റെ കഥയാണ്. ഒരിക്കൽ ഒരാട് പുല്ല് തിന്ന് വരുവായിരുന്നു. വഴി തെറ്റി ആട് കാട്ടിലെത്തി. ആടിങ്ങനെ ആ കാട്ടില് കുറെ പുല്ലുണ്ടായിരുന്നു. ആടതെല്ലാം തിന്ന്. അപ്പൊ ആട് പറഞ്ഞ് വയറ് നിറഞ്ഞു, ഇനി എവിടെയെങ്കിലും പോയി വിശ്രമിക്കാം എന്ന് പറഞ്ഞ് സ്ഥലത്ത് പോയി വിശ്രമിച്ചു. ആടറിയുന്നില്ല അതൊരു സിംഹത്തിന്റെ ഗുഹയാണെന്ന്. ആടും വേഗം മയങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പം അതിന്റെ ഉടമസ്ഥനായ സിംഹം വന്നു. സിംഹം വന്ന് ചോദിച്ചു, ആരാണ് എന്റെ ഗുഹയിൽ? അപ്പൊ ആട് വിചാരിച്ചു ഒരു ബുദ്ധി പ്രയോഗിച്ചു നോക്കാമെന്ന്. ആട് ഉച്ചത്തിൽ പറഞ്ഞു, നീയാണ് രാജാവ്? സിംഹം, അതെ, ഞാനാണ് രാജാവെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ ആട് പറഞ്ഞ്, നീ രാജാവാണെങ്കിൽ ഞാൻ എല്ലാ കാട്ടിലെയും രാജാവ്, ചക്രവർത്തി. ഇത് കേട്ട സിംഹത്തിന് പേടിയായി. സിംഹം വാലും പൊക്കി ഒറ്റയോട്ടം വെച്ചു. ഇതെല്ലാം കണ്ടോണ്ടിരുന്ന കുറുക്കൻ സിംഹത്തിന്റെ പുറകെ ഓടി. സിംഹച്ചാരെ, നിക്കാൻ സമയമില്ല, ഒരു ചക്രവർത്തി ഉണ്ട് അവിടെ. ചക്രവർത്തിയോ? അതേത് ചക്രവർത്തി? ഞാനൊന്ന് പോയി നോക്കട്ടെ. കുറുക്കൻ ആ ഗുഹയുടെ നടുക്കോട്ട് പോയി. അപ്പൊ ആടിന്റെ കാൽപ്പാടങ്ങൾ കണ്ടു. അപ്പം കുറുക്കൻ മനസ്സിലായി ഇതൊരാടാണ്. അപ്പൊ സിംഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞു, സിംഹച്ചാരെ, അത് വെറുമൊരാടാണ്. അപ്പൊ സിംഹം പറഞ്ഞു, ആടോ? അത് ആടൊന്നുമല്ല, അതൊരു ചക്രവർത്തിയാ. അപ്പൊ കുറുക്കൻ പറഞ്ഞ, ആണെന്ന്, അതൊരാടാ. ഇന്ന് കുറുക്കൻ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വാല് തമ്മിൽ കൂട്ടിക്കെട്ടാം എന്ന് പറഞ്ഞു. അപ്പൊ സിംഹം സമ്മതിച്ച് വാല് തമ്മിൽ കൂട്ടിക്കെട്ടി. സിംഹത്തിന് പേടിയാ ഗുഹയുടെ അടുത്തോട്ട് വരാൻ. സിംഹം കുറുക്കന്റെ ധൈര്യത്തോടാണ് വന്നത്. അപ്പൊ ആടിന് മനസ്സ് ഈ വാല് കൂട്ടി കെട്ടിയത് കണ്ടപ്പം ആടിന് മനസ്സിലായി സിംഹത്തിന് എന്നെ പേടിയാ, അതുകൊണ്ട് കുറുക്കന്റെ ധൈര്യത്തിലാ വന്നേക്കുന്നത്, ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ അത് കുറുക്കനാണെങ്കിൽ പറഞ്ഞു, ഇവിടെ ഒരു ചക്രവർത്തി ഉണ്ടെന്ന് കേട്ടല്ലോ, ചക്രവർത്തി എവിടെ? ആടാണെങ്കിൽ പറഞ്ഞ്, നീ ഒരു കുറുക്കൻ തന്നെ, ഞാൻ ഒരു സിംഹത്തിനെ തിന്നണമെന്ന് പറഞ്ഞപ്പോ നീ രാജാവിനെ കൊണ്ടുവരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു.
അപ്പ സിംഹമാണെങ്കിൽ കുറുക്കന്റെ മുഖത്തോട്ട് അലറി, എടാ ചതിയാ എന്ന് പറഞ്ഞു. ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കണം. അടുത്തതായി വേദിയിലേക്ക്